ഹലോ ഗൈസ്, ഈ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടുതലായതുകൊണ്ട് മ്യൂസിക് ഒന്നും ആഡ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. എന്നാൽ പിന്നെ വോയിസ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. പൊതുവെ എനിക്ക് വോയിസ് കൊടുക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് തന്നെ കേൾക്കുമ്പോൾ എന്തോ ഒരു അലമ്പ് ഫീൽ തോന്നും. അതുകൊണ്ട് ഇപ്പോൾ കുറേയായിട്ട് ഞാൻ വോയിസ് ഒന്നും കൊടുക്കാറില്ല. ഇന്നലെ അവധിയായിട്ട് ഉച്ചയുടെ പ്രിപ്പറേഷനാണ് കേട്ടോ. രാവിലെ തന്നെ കൊണ്ട് നാട്ടിന് ട്യൂഷനാക്കി. 10 മണിക്കായിരുന്നു ട്യൂഷൻ. ഞങ്ങളിന്നിപ്പോൾ 10:20 ഇനിയിപ്പോൾ 12:30 ചെന്നാൽ മതി എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അതിനുള്ള എൻ്റെ പണിയൊക്കെ തീർക്കാം എന്നുള്ളൊരു പ്ലാൻ കണ്ടു. എൻ്റെ വഴിക്ക് ഞാൻ മാങ്ങയൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ കൊഴുവയും മാങ്ങയും കൂടി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ച് പൊതുവെ അരച്ചാണ് വയ്ക്കാറ്. പക്ഷെ അത് പിഴിഞ്ഞ് വയ്ക്കാമെന്ന് ഓർത്തു. അതുകൊണ്ട് ഇച്ചിരി കൊഴുപ്പ് കുറഞ്ഞു പോയിട്ടോ. അച്ചിങ്ങ ഞാൻ വേവിച്ച് വെച്ചിട്ടാണ് കേട്ടോ നാട്ടിൽ കൊണ്ടാക്കാൻ പോയത്. ഇനിയിപ്പോൾ വേഗം അച്ചിങ്ങ നിർത്തണം കേട്ടോ. ഞാനൊട്ടിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടം. പക്ഷേ ചിക്കൻ്റെ ഫ്രഷ് ഇഷ്ടമല്ല, അതിൻ്റെ എല്ലാം കേട്ടോ ഇഷ്ടം. അതിന് വേണ്ടിയിട്ട് എന്നെ കൂടി ചിക്കൻ മേടിപ്പിക്കുക. എന്നും എല്ലാ ദിവസവും കൊടുക്കുകയാണെങ്കിൽ അത്രയും സന്തോഷം. എന്നിട്ട് ഞാൻ ഫ്ലഷൊക്കെ മാറിയിട്ട് ഞാനൊരു കറിയാക്കും കേട്ടോ. കഞ്ഞി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നോർമൽ കുക്കറിൽ. വീണ്ടും ഒന്നുകൂടി തിളപ്പിച്ചിട്ട് വേണം വറുക്കാനായിട്ട്. അപ്പോൾ ഞാനോട്ടിട്ട് ചിക്കൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുള്ള മീനും വറുക്കാനിട്ടു കേട്ടോ. കുറച്ച് ഉപ്പ് വാങ്ങിയിരിപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ചമ്മന്തി അരയ്ക്കാമെന്ന് വെച്ച് വൈകുന്നേരത്തേക്ക് വട്ടയപ്പത്തിന് മാവൊക്കെ പൊങ്ങിയിരിക്കട്ടെ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ വെക്കാനായിട്ട്. അങ്ങനെ ദേ ചമ്മന്തി റെഡിയായി. അപ്പോൾ എല്ലാം റെഡി ആയിട്ട് ചോറും കറികളൊക്കെ റെഡി ആയിട്ട് അപ്പോഴത്തേക്ക് ഞാൻ വട്ടയപ്പവും വെച്ചു കേട്ടോ. അപ്പോൾ ഈ ചമ്മന്തി, മീൻ വറുത്തതും, അച്ചിങ്ങയും കൊഴുപ്പ് കുറച്ച് കുറഞ്ഞുപോയ മീൻ കറി എല്ലാം റെഡിയായി. വട്ടയപ്പവും റെഡിയായി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു.